എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വെക്കേഷനിൽ നമ്മളൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വ്ളോഗാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ പോവാനൊക്കെ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പോണത് ആലപ്പുഴ കുമരകം ബോട്ട് യാത്രയ്ക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പോണ ദിവസം ആലപ്പുഴയിൽ റെഡോ ഓറഞ്ചോ അലർട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തീരെ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പോവാനായിട്ട്. അപ്പോൾ മഴയൊക്കെ ആയാലും നമുക്ക് പൊതുവേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ തോന്നില്ല അല്ലേ. പക്ഷെ നമ്മൾ നേരത്തെ നമ്മൾ തീരുമാനിച്ചതാണല്ലോ. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാതെ മഴ കയറി വരികയും ചെയ്തു. നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിനൊക്കെ ഈ ടൂറിസ്റ്റ് ബസ്സിൽ യാത്ര ചെയ്യുക അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ബോട്ടിലും യാത്ര ചെയ്യാൻ ഒരുപാട് ഇൻട്രസ്റ്റഡാണ് കേട്ടോ ആളിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 6:30 ആയപ്പോഴേക്കും ബസ് വന്ന് നമ്മൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പോണ സമയത്തൊന്നും അതായത് ഇറങ്ങുന്ന സമയത്ത് വലിയ മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു അങ്കമാലിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നു ഒരുവിധം നല്ല മഴയായി തുടങ്ങി കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഒരു എറണാകുളമൊക്കെ എത്തിയപ്പോഴേക്കും റോഡ് നിറയെ വെള്ളമായിട്ടുണ്ടായിരുന്നേ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കാണുന്നത്. അപ്പോൾ സത്യം പറയണ റോഡൊന്നും കാണാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ നമ്മുടെ കാറിൻ്റെ വീലൊക്കെ മുങ്ങി പോകാൻ രീതിയിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടായിരിക്കണം നല്ല രീതിയിൽ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഹൗസ് ബോട്ടിൽ എത്താമെന്ന് പറഞ്ഞ സമയം നമ്മൾ ഒരുപാട് വൈകിട്ടായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ കണ്ടില്ലേ, ഇപ്പം നിങ്ങൾ റോഡിലൊക്കെ കാണുന്നുണ്ട് അവിടെയൊക്കെ നിറയെ വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതുമാത്രമല്ല മഴ ആയതുകൊണ്ട് തന്നെ നല്ല തണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് യാത്ര ചെയ്യാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന എല്ലാവരും നമുക്ക് വലിയ പരിചയം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെടുത്തലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ എല്ലാവരും പരിചയപ്പെടാൻ പറ്റി, അങ്ങനെയൊക്കെ സാധിച്ചു കേട്ടോ. അപ്പോൾ ഈ ട്രിപ്പ് പോണത് നമ്മുടെ കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗിൻ്റെ കീഴിലെ ഇരിഞ്ഞാലക്കുട ബ്ലോക്കിലത്തെ അംഗങ്ങളും അവരുടെ ഫാമിലിയൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ട്രിപ്പ് പോണത്. അപ്പോൾ നമ്മുടെ അച്ഛൻ എക്സ് മിലിറ്ററി ആണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു ട്രിപ്പൊക്കെ പോവാണ്. ഞാൻ വിചാരിച്ചു വലിയ രസം ഉണ്ടാവില്ല എന്നിട്ടോ. പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ തരത്തിലൊരു എൻ്റെ ഒപ്പത്തിനൊരാളെനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കുഴപ്പമില്ലായിരുന്നു, നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ. അങ്ങനെ കുമരകമൊക്കെ എത്താറായപ്പോഴേക്കും ഒരു കനാലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ 2 വശത്തും ഇങ്ങനെ ചെറുതും വലുതുമായ ബോട്ടുകളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, കുഞ്ഞും ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ 2 പേരും ഇങ്ങനെ കൗതുകത്തോടെ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മഴയും കൂടി ആയപ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. പക്ഷെ നമ്മൾ വണ്ടിയിലിരുന്ന് ആസ്വദിക്കാൻ നല്ല രസമാണ്. പക്ഷെ പുറത്തിറങ്ങിയിട്ട് മഴയത്തുള്ള വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് കണ്ടില്ലേ, വണ്ടീനെ ഉന്തി കൊണ്ടുപോകും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ട് തോന്നിട്ട് നമുക്കൊക്കെ. നിങ്ങൾക്കറിയാം പുന്നമട ലേക്കിന്റെ നെഹ്റു വെള്ളം കളിയുടെ ഫിനിഷിംഗ് പോയിന്റ് ആണ് നമ്മുടെ ലൊക്കേഷൻ. അവിടെ നിന്നാണ് നമ്മുടെ ഹൗസ് ബോട്ട്. അത് 1 മണിക്കൂറോ ആയിട്ട് അവിടെ റെഡി ആയി നിൽക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവരുടെ കയ്യിലും കുട ഉണ്ടാകുമെന്ന് കരുതുന്നു. എല്ലാവരും ബാഗിൽ നിന്ന് കുട എടുത്ത് കയ്യിൽ വെക്കുക, കാരണം കുറച്ച് നടന്ന് കയറാനുണ്ട്. അങ്ങനെ നമ്മൾ അവസാനം നമ്മുടെ സ്ഥലത്തെത്തി. അപ്പോൾ ഹൗസ് ബോട്ടിലേക്ക് കയറാനായിട്ട് കുറച്ച് നടക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ റോഡിൽ ബസ് ഇറങ്ങിയിട്ട് അങ്ങോട്ട് നടന്ന് പോവായിരുന്നു കേട്ടോ. ആ സമയത്താണെങ്കിൽ നല്ല മഴയായിരുന്നു എന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു. അപ്പോൾ ഞാനും പിള്ളേരൊക്കെ കൂടിയിട്ട് ഒരു കുടയിലും അച്ഛനും അമ്മയും കൂടിയിട്ട് ഒരു കുടയിലായിരുന്നേ. അപ്പോൾ നടന്ന് പോണ വഴിയിലും ചെറുതായിട്ട് ഒരു മഴ പെയ്യുമ്പോഴേക്കും പിന്നെ പറയണ്ട, റോഡ് മൊത്തം വെള്ളമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനും പിള്ളേരും കൂടി ആകെ നനഞ്ഞു, എല്ലാവരും നനഞ്ഞു എന്ന് പറയാം, ആകെ നനഞ്ഞ് ചീഞ്ഞു. അങ്ങനെ നമ്മൾ നമ്മുടെ ബോട്ടിലെത്തി കേട്ടോ. അങ്ങനെ ഹൗസ് ബോട്ടിൽ വന്ന് കയറിയപ്പോഴേക്കും അവരൊരു ജ്യൂസ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ പ്രതീക്ഷ കൂടുതലായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാനൊരു ഫ്രഷ് ജ്യൂസൊക്കെയാണ് കേട്ടോ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ മാംഗോൻ്റെ ടാങ്കില്ലേ അത് കലക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും അമ്മയൊന്നും കുടിച്ചിട്ടില്ല. അച്ചു തീരുമ്പോൾ എടുത്ത് കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അച്ഛനും ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ ഓരോരുത്തരും ഇങ്ങനെ ഹൗസ് ബോട്ടൊക്കെ ഇങ്ങനെ ചുറ്റി നടന്ന് കാണുമായിരുന്നു കേട്ടോ. മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ പുറത്തേക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ അപ്പോൾ ഈ ഒരു ഫ്രണ്ടിലത്തെ ഒരു ടാർപ്പായ വെച്ച് അവരിങ്ങനെ കവർ ചെയ്തിട്ടേക്കായിരുന്നു കേട്ടോ. അവിടുത്തെ കുഷ്യൻസ് നനയെന്ന് പറഞ്ഞിട്ട്
അങ്ങനെ ഞങ്ങളപ്പോൾ അതേ റൂമുകളും കാര്യങ്ങളൊക്കെ കാണാൻ പോകുമായിരുന്നു. അപ്പോൾ പിള്ളേരൊക്കെ ഒരുപാട് സന്തോഷമായിട്ടോ. അവരൊരു ജനാലയിൽ നിന്ന് അങ്ങോട്ടൊക്കെ ഓടി നടന്ന് ഇങ്ങനെ ബോട്ടുകൾ കാണുമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് ഹൗസ് ബോട്ട് ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാനൊക്കെ വിചാരിച്ചു മഴ ആയതുകൊണ്ട് നമ്മളൊക്കെ മാത്രമായിരിക്കും ടൂറ് പോകുന്നുണ്ടാവുക. അങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഹൗസ് ബോട്ടിലേക്കൊക്കെ യാത്രയ്ക്കൊക്കെ വന്നവർ ഒരുപാട് പേരുണ്ടായിരുന്നേ. അപ്പോൾ പിള്ളേരൊക്കെ ഇങ്ങനെ നോക്കുകയാണ് എന്താണെന്നൊക്കെ ഇങ്ങനെ നോക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം പുറത്തത്തെ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ അതേ ബെഡിൽ ചാടി കളിക്കലായിട്ടോ. അപ്പോൾ അച്ചുവിനാണെങ്കിൽ ഈ കുട്ടീനെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അച്ചു ആ കുട്ടിയായിട്ട് ഭയങ്കര സെറ്റായി. പിന്നെ ചേട്ടാന്ന് വിളിച്ചിങ്ങനെ പിന്നിക്കൂടെ നടക്കായിരുന്നു കേട്ടോ. അപ്പോഴേക്കും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നപ്പോൾ പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ ഒരു വണ്ടിയുടെ മൂവ്മെൻ്റ് ഒക്കെ നോക്കി ഇങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ കുഞ്ഞു. അങ്ങോട്ട് പോവാം നമുക്ക്. അവിടെ പോയി കുറച്ച് നേരം ഇരുന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. ചെല്ല് പൊങ്ങൊന്നുമില്ല. ആടുന്നുണ്ട്. അച്ചു വണ്ടിയാ. അച്ഛന് പേടിയായ അച്ഛന് പേടിയായ ഇവരാണെങ്കിൽ ഇവിടുന്ന് എത്ര വിളിച്ചിട്ട് വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഒരു റൂമിൽ തന്നെ ഇരിക്കുകയായിരുന്നേ. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും എനിക്കൊക്കെ നല്ല പേടിയുണ്ട് കേട്ടോ. അവരിങ്ങനെ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ടാണ് ഹൗസ് ബോട്ടിൽ, പിന്നെ വെള്ളമൊക്കെ ആയതുകൊണ്ട് നല്ല പേടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വിൻഡോ ആണ് ഫുൾ ഓപ്പൺ ആണ്. അപ്പോൾ അതിന് നടുക്കൊരു പൈപ്പ് ഉണ്ടെങ്കിലും നല്ല രീതിയിൽ പേടിയുണ്ട്. എങ്ങാനും അതിലേക്കൂടെ വീണ് പോയാൽ അപകടമാണല്ലോ. അപ്പോൾ അതോർത്ത് ഞാനും അച്ഛനും ഇവരുടെ അടുത്ത് നിന്ന് മാറാണ്ട് ഇങ്ങനെ നിൽക്കായിരുന്നുട്ടോ. അങ്ങനെ ഒരു കണക്കിന് ഇവരെയൊക്കെ വിളിച്ചു കൊണ്ടുപോയി ആ ഒരു ഹോളിൽ ഇരുത്തിയിട്ടോ. അപ്പോൾ അവിടെ നിന്നുള്ള ആ ഒരു വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ കുറേ ഹൗസ് ബോട്ടിൽ അങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പതുക്കെയാണ് നമ്മുടെ ഹൗസ് ബോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ചെറിയൊരു മഴയും ചെറിയൊരു തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരേ ബോട്ടുകൾ ഇങ്ങനെ പോകുമ്പോൾ ചെറിയ ഓളങ്ങളൊക്കെ വരുമല്ലോ, അതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ കുഞ്ഞു. എന്തായാലും മക്കൾ രണ്ടുപേരും ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ. അവർക്ക് ഹൗസ് ബോട്ടൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവർ തീരെ അടങ്ങിയിരിക്കുന്നുണ്ടായിരുന്നില്ല. അവർ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അടക്കി ഇരുത്താനായിട്ട് ഞാനൊരു ചീത്തയൊക്കെ പറഞ്ഞപ്പോഴാണ് കേട്ടോ കുഞ്ഞിൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കണം, വലിയ മൈൻഡില്ലാണ്ട്. അപ്പോൾ എന്തായാലും വെള്ളത്തിലൊക്കെ അല്ലേ, ബോട്ടാണല്ലോ, അപ്പോൾ നമുക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അച്ഛൻ്റെ ഒക്കെ കാട്ടായം കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മ ഞാൻ ഇടയ്ക്ക് വരാറുണ്ടല്ലോ എന്നൊക്കെയാണ് അച്ഛൻ്റെ ഭാവം. അച്ഛൻ ഇങ്ങനെ ഒരിടത്ത് ഒട്ടും ഇരിക്കുന്നുണ്ടായിരുന്നില്ല. അച്ഛൻ ഇങ്ങനെ വെകിലി പിടിച്ചോണം ഇങ്ങനെ ഓടി നടന്ന് കളിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ജിജിമോൻ സാറിൻ്റെ 30ാമത്തെ വിവാഹ വാർഷികമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ കട്ട് ചെയ്ത് കഴിക്കാനായിട്ട്. അപ്പോൾ അച്ഛൻ അതിൽ നിന്ന് വേഗം ഒരു കഷ്ണം പോയെടുത്തിട്ടുണ്ടെന്ന് അവൻ കഴിക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ അവർ കേക്കൊക്കെ കട്ട് ചെയ്ത് അവർ വായിലൊക്കെ വെച്ച് കൊടുത്ത് അവർ നല്ല രീതിയിൽ തന്നെ അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു വെഡിങ് ആനിവേഴ്സറി. ചിലപ്പോൾ അവർക്ക് അതൊരു നല്ലൊരു ഓർമ്മയായിരുന്നിട്ടുണ്ടാവേ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഹൗസ് ബോട്ടിൽ എത്താനായിട്ട് നല്ല രീതിയിൽ നേരം വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫുഡൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ്, പിന്നെ സാമ്പാർ, പുളിശ്ശേരി, പയർ, കാബേജ്, കരിമീൻ, പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു. പിന്നെ പപ്പടം, സാലഡ്, ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഫുഡിനുണ്ടായിരുന്നത്. അങ്ങനെ പിള്ളേർക്കൊക്കെ കൊടുത്ത് ഞാൻ അവസാനം കഴിച്ചപ്പോഴേക്കും എനിക്ക് കരിമീൻ കിട്ടിയില്ല കേട്ടോ. അങ്ങനെ ഉള്ളതൊക്കെ വെച്ച് നല്ല ഫുഡായിരുന്നു. അതൊക്കെ കഴിച്ച് ഇങ്ങനെ കുറച്ച് നേരം റൂമിലൊക്കെ വന്ന് പുറത്തത്തെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഫുഡ് കഴിക്കുന്ന സമയത്ത് ബോട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടേക്കായിരുന്നേ. അപ്പോൾ ഇവരെല്ലാവരും ഇനി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ കേട്ടോ. അവർക്ക് കുറച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് അച്ഛതയോടെ ചേട്ടന്മാരൊക്കെ ആയിട്ട് ഇങ്ങനെ ഫോണിലൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല സൗണ്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിട്ട് ഈ സാധനം വരണ്ടേന്ന് വെച്ച് നോക്കിയപ്പോൾ നല്ല സ്പീഡ് ബോട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കയറാനായിട്ട് താല്പര്യമുള്ളവർക്ക് കയറാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സ്പീഡ് ബോട്ട് വന്നിട്ടുണ്ടായിരുന്നേ. പക്ഷേ കുഞ്ഞുവിന് കയറണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. നല്ല പേടിയുണ്ടായിരുന്നു. അത് പോകുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല പേടിയാവേ. ഇത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ തുടങ്ങി മക്കളെ ഡാൻസ് കളി. എല്ലാവരും ആ ട്രിപ്പിൽ കളിക്കാത്തവരായിട്ട് ആരും ഇല്ല കേട്ടോ. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഡാൻസ് കളിച്ച് നല്ല രീതിയിൽ തന്നെ അവർ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരിങ്ങനെ കുറേ പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിച്ച് പിന്നെ അവർ സ്വന്തമായിട്ട് പാടി ഓരോ നാടൻ പാട്ടുകളൊക്കെ പാടി ഡാൻസ് കളിക്കലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മുടെ ഈ ഒരു ട്രിപ്പിൽ താരായത് ഒരു അമ്മമ്മയാണ് കേട്ടോ. അപ്പോൾ ജിജിമോൻ സാറിൻ്റെ വൈഫിൻ്റെ അമ്മയാണ്. ആള് നല്ല രീതിയിൽ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, ആ ഒരു ട്രിപ്പിൽ ശരിക്കും താരമായ ആളാണ് കേട്ടോ ഈ അമ്മമ്മ. നല്ല രീതിയിൽ തന്നെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ എല്ലാവരും എന്താ പറയുക, മനസ്സ് തുറന്നല്ല അവർ നന്നായിട്ട് സന്തോഷിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും പ്രായമൊക്കെ മറന്ന് അവർ നല്ല രീതിയിൽ തന്നെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കണ്ടപ്പോൾ ശരിക്കും എനിക്കും ഒരുപാട് സന്തോഷമായിട്ടോ.
സത്യത്തിൽ ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ ഇവരിങ്ങനെയൊക്കെ ഡാൻസ് കളിക്കും, ഇത്ര നന്നായിട്ട് അടിച്ചു പൊളിക്കും ഈ ഒരു ട്രിപ്പ് എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വായോ ഡാൻസ് കളിക്കാന്ന് പറഞ്ഞാൽ ആരും നോ എന്നൊന്നും പറയില്ല, അറിയില്ലെങ്കിലും അറിയാവുന്ന പോലെ അവർ ആ ഒരു ട്രിപ്പ് ഭംഗിയാക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ആരും ഇരിക്കാണ്ട് എല്ലാവരും വന്ന് ഡാൻസ് കളിക്കും. കുറച്ച് നേരം വയ്യാണ്ടാവുമ്പോൾ കുറച്ച് നേരം ഇരിക്കും, പിന്നെയും ചാർജ് ആകുമ്പോൾ പിന്നെയും പാട്ട് വെച്ച് പിന്നെയും ഡാൻസ് കളിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാനൊരു പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കറിയില്ല എങ്ങനെ ഉണ്ടായിരുന്നൊന്നും, ഞാനും പാട്ട് പാടിയിട്ടൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ അവർ നിർത്താതെ ഡാൻസ് കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കപ്പിൾ ഡാൻസ് ഒക്കെ ആയിട്ടോ, ഓരോ കപ്പിൾസ് ഇങ്ങനെ ഡാൻസ് കളിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കാണാനായിട്ട്. അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴ കുറഞ്ഞപ്പോൾ അവിടുത്തെ ആ ഒരു ടാർപ്പായൊക്കെ മാറ്റിയിട്ട് അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അത് കഴിഞ്ഞ് വൈകിട്ട് അവർ നമുക്ക് പഴംപൊരിയും ചായയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ ഫോണിൽ തീരെ ചാർജ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഒരു 5 മണി 5:30 കൂടി പിന്നെ ബോട്ട് കരയ്ക്കടിപ്പിച്ച് പിന്നെ ബോട്ട് യാത്രയൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് പിന്നെ വണ്ടിയിൽ പിന്നെ പറയണ്ട, വണ്ടിയിൽ നല്ല രീതിയിൽ തന്നെ ഡിസ്റ്റടിക്കലും കാര്യങ്ങളും അടിച്ചുപൊളിയൊക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ക്ഷീണമായി. പിന്നെ എല്ലാവരും പിന്നെ സിനിമ കണ്ടിരിക്കാമെന്ന് വിചാരിച്ച് ആവേശം മൂവി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വൈറ്റില വരെ നല്ല ബ്ലോക്കൊന്നും കിട്ടാണ്ട് നമ്മൾ നല്ല സ്മൂത്തായിട്ട് പോയിട്ടുണ്ടായിരുന്നേ. വൈറ്റില കഴിഞ്ഞോടുകൂടി നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നേ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ 24-ൽ ന്യൂസ് വരുന്നുണ്ടായിരുന്നു, കൊച്ചിയിലൊക്കെ ഒരു നല്ല വെള്ളക്കെട്ടാണ്, വെള്ളപ്പൊക്കാന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. ആ ഒരു ബ്ലോക്കിൻ്റെ സമയത്ത് നമ്മൾ ആവേശം മൂവി ഏകദേശം കണ്ടു തീർത്തിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവർക്കും വിശക്കാനൊക്കെ തുടങ്ങിയപ്പോൾ പിന്നെ ഒരു ഹോട്ടലിൽ കയറി. നമ്മൾ വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ മസാല ദോശയൊക്കെ കഴിച്ച് പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അങ്ങനെ കുറച്ച് നേരം നിന്ന് പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആ ഒരു പിന്നെ നമ്മൾ പിന്നെ പ്രേമലു സിനിമ കണ്ടു കേട്ടോ. പ്രേമലു അങ്ങനെ കണ്ടിരുന്നു അങ്ങനെ. പിന്നെ അച്ഛനും കുഞ്ഞിനായാലും ഭയങ്കര ഇഷ്ടമായിട്ടോ പ്രേമലു. പക്ഷെ കുഞ്ഞു ഉറങ്ങി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അച്ചു കുറേ നേരം പിന്നെ പ്രേമലു സിനിമ കണ്ടിരുന്നു കേട്ടോ. അങ്ങനെ ബ്ലോക്കൊക്കെ കിട്ടിയ കാരണം നമ്മൾ വീട്ടിലെത്താൻ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരു 12 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ പുല്ലൂർ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുല്ലൂർ ഇറങ്ങി പിന്നെ അനിയൻ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ലൊരു ട്രിപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ള അടുത്തൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ.